ഇതെന്താ ഉറങ്ങുന്നില്ലേ? ഇല്ല, കുറച്ച് പണിയുണ്ടായിരുന്നു. ഈ പാതിരാത്രിക്കോ? ഓഫീസിൽ കുറച്ച് അർജന്റ് കാര്യമുണ്ടായിരുന്നു. ഹലോ, അക്കൗണ്ട് നമ്പർ അയക്കട്ടെ? പണം തരും നേരിൽ. വിശ്വാസം ഉണ്ടെങ്കിൽ മതി. എല്ലാവരും വിശ്വാസമല്ലേ? എവിടെ വരണം? ലീല റെസിഡൻസി, എറണാകുളം നോർത്ത്, റൂം നമ്പർ 105. നാളെ രാവിലെ 10 മണിക്ക്. ആ ഫോട്ടോയിലുള്ള കുട്ടി തന്നെ വേണം. അതൊക്കെ ശരിയാക്കാന്നേ. ആദ്യം ക്യാഷ് ഉണ്ടോ? ഓക്കെ. വെൽക്കം സർ. റൂമാണോ സാർ? അല്ല, റൂം നമ്പർ 105. ഫസ്റ്റ് ഫ്ലോർ റൈറ്റ്. എന്താ? ബിപിൻ ബിനോയ് എന്നോട് വരാൻ പറഞ്ഞായിരുന്നു. ഏത് ബിപിൻ ബിനോയ്? ഇവിടെ അങ്ങനെ ഒരാളില്ല. നിങ്ങൾക്ക് റൂം മാറിപ്പോയതാ? സാറേ, വിനോദല്ലേ? ആ, വാ. റൂം 105 എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഫാമിലി തന്നെ. ആരാന്നൊക്കെ അറിയണ്ടേ? അല്ല, പോലീസോ മറ്റോ ആണോന്ന്. ഇതാണ് കറക്റ്റ് റൂം. റെയ്ഡൊന്നും ഇല്ലെങ്കിലും എല്ലാത്തിനും ഒരു മറയൊക്കെ വേണ്ടേ? ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ സേഫ്. എല്ലാം സേഫായി ചെയ്യുന്നത് എനിക്ക് ഇഷ്ടം. സാറ് കെട്ടിയതല്ലേ? ഒന്നിലും അങ്ങോട്ട് തൃപ്തനല്ല, ഒന്നിലും അല്ലേ? സാറിന് ഏത് ടൈപ്പാ വേണം? തമിഴ് വേണം, ഹിന്ദി വേണം, കറുത്തത് വേണം, വെളുത്തത് വേണം, എല്ലാം റെഡിയാ മോളി. സാറിന് പുറത്തുകൊണ്ടോ? ഉണ്ടോ? ഒരു പ്രശ്നമില്ല, നോ പ്രോബ്ലം. സാറിന് ഇഷ്ടം പോലെ. ആ അല്ല, ആ ഫോട്ടോ കണ്ട കുട്ടിയില്ലേ? അതൊക്കെ ചീള് കേസല്ലേന്നേ സാറേ. അതിലും നല്ല കിടിലം പീസ് നമ്മുടെ വേറെ ഉണ്ട്. ആ പിന്നെ ക്യാഷിന്റെ കാര്യം എങ്ങനെ സാറേ? ഗൂഗിൾ പേ ആണോ അതോ ക്യാഷ് ആയിട്ടാണോ? സാർ ആ പൊന്നാര മോനെ, അതാരെന്നറിയോടാ? എന്റെ ഭാര്യയാടാ അവള്. നിനക്ക് എവിടുന്ന് കിട്ടിയടാ ഫോട്ടോ? പിന്നെ ആരണോ? അത് ഞങ്ങൾ വിലക്ക് മേടിച്ചത്. പേജാ സാറ്.
അയ്യോ സാറേ, ഞങ്ങൾക്ക് ആ പേജ് കിട്ടുന്നതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത ഫോട്ടോ. ഈ പേജ് കിട്ടിയ പറ്റിയ കസ്റ്റമറെ ഒപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ജോലി. ഞങ്ങൾ വെറും ഡീലേഴ്സ് മാത്രമാണ് സാറേ. ബാക്കിയൊക്കെ ചെയ്യുന്നത് ഞങ്ങൾക്ക് മുകളിൽ വേറെ ആളുകളുണ്ട് സാറേ. അവരൊക്കെ ലക്ഷങ്ങൾ കൊടുത്താ ഈ പേജ് മേടിക്കുന്നത്. സത്യമായിട്ട് ഇത് കൂടുതലൊന്നും എനിക്കറിയില്ല സാറേ. ഇതിന്റെ പുറകിൽ ആരടാ? ആരെന്ന് പറയടാ. ഇതുവരെ ഉറങ്ങിയില്ലേ? ഭക്ഷണം കഴിച്ചോ? ഇല്ല. മരുന്ന് കഴിച്ചോ? ഇല്ല. ഗൗരി, എന്താ പറ്റിയേ? അത് തന്നെ എനിക്ക് വിനോദേട്ടനും ചോദിക്കാനുള്ളത്. വിനോദേട്ടൻ എന്താ പറ്റിയേ? അത് എന്റെ അടുത്തൊരു വാക്ക് മിണ്ടാറുണ്ടോ? പഴയതുപോലെ ശ്രദ്ധിക്കാറുണ്ടോ? കാണുമ്പോ ഒഴിഞ്ഞു മാറി നടക്കാം. വിനോദേട്ടൻ എന്റെ അടുത്ത് ദേഷ്യമുണ്ടോ? ഇങ്ങനെ മനസ്സിൽ വെച്ചോണ്ടിരിക്കാതെ എന്തെങ്കിലും പറ. ഗൗരി, നീ എന്തൊക്കെയായി പറയണേ? എനിക്ക് നിന്നോട് എന്ത് ദേഷ്യ? ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. നീ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഈ ഫോട്ടോ ആണോ നിങ്ങളുടെ പ്രശ്നം? പറ. എന്തോ ഒരു സിഗരറ്റ് എടുത്തേ. മനോജേട്ടനും ഒന്നും അറിഞ്ഞില്ലേ? നമ്മുടെ എന്ത്? ചേച്ചിയുടെ ബിറ്റ് ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഏത് ചേച്ചിയുടെ? അക്ഷയയിലെ ചേച്ചിയുടെ, ഗൗരി ചേച്ചിയുടെ. എന്ത്? അപ്പം നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലേ? ഇതാ. ഇതെവിടുന്ന? ആരിട്ടത്? അതൊന്നും അറിയത്തില്ല. ഇതൊരു പേജിൽ വന്നതാ. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ? ഞാൻ ലിങ്ക് ഇട്ട് തരാം. ജയോ, നിങ്ങൾ വന്നേ. എന്താ സാറേ? നോക്കിയേ. ഗൗരി, ഞാൻ ഈ സമയത്ത് ഇത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. എന്താ ചേച്ചി?